ഈ രാജ്യത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ ഒരു തരത്തിൽ വളരെ രസകരവും എന്നാൽ സത്യസന്ധമായി പറഞ്ഞാൽ വളരെ കൺസേണിംഗ് ആയതുമാണ്. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കർ തൻ്റെ മകൻ അർജുൻ്റെ കല്യാണത്തിന് പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെ ക്ഷണിച്ചത് എക്സിലൂടെ പോസ്റ്റ് ചെയ്തു. തൻ്റെ മകൻ്റെ കല്യാണം വിവിധ നേതാക്കളെ ക്ഷണിച്ചതിൻ്റെ ചിത്രത്തോടു കൂടിയുള്ള പോസ്റ്റുകൾ എക്സിൽ പോസ്റ്റ് ചെയ്തതിൽ ഒരു പോസ്റ്റ് രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് അദ്ദേഹത്തിന് പിൻവലിക്കേണ്ടി വന്നു. എന്നിട്ട് പ്രധാനമന്ത്രിയെ ക്ഷണിച്ച പോസ്റ്റിന് 3 മണിക്കൂറിന് ശേഷം ആ ഡിലീറ്റ് ചെയ്ത പോസ്റ്റ് റീപോസ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയിൽ നിന്ന് സമ്മർദ്ദമുണ്ടായി എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? സച്ചിൻ തെണ്ടുൽക്കർ രാഹുൽ ഗാന്ധിയെയും നരേന്ദ്രമോദിയെയും തൻ്റെ മകന്റെ കല്യാണത്തിന് ക്ഷണിച്ച പോസ്റ്റിൽ രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റാണ് രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് പിൻവലിപ്പിച്ച് പാതിരാത്രി ഇന്ത്യക്കാർ എല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പോസ്റ്റ് ചെയ്യേണ്ടി വന്നത്. ഇത്ര നാണംകെട്ട പ്രവൃത്തി സച്ചിൻ തെണ്ടുൽക്കറെ ഭീഷണിപ്പെടുത്തി ജയിച്ചപ്പോഴും ഉദ്ദേശിച്ച ഫലം ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതിലെ വളരെ രസകരമായ കാര്യം. ഈ കാര്യങ്ങളെല്ലാം തെളിവുകൾ സഹിതം നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. മോദിയുടെ നാണംകെട്ട ഇത്തരം പരിപാടികളുടെ കാര്യങ്ങളൊന്നും ഒരു ചാനലുകളും കാണിക്കുകയില്ല. അതിനാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സച്ചിൻ തെണ്ടുൽക്കർ തൻ്റെ മകന്റെ കല്യാണത്തിന് കുടുംബം ഒന്നടങ്കം നേരിട്ട് പോയാണ് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ദ്രൗപദി മുർമുവിനെയും രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ക്ഷണിച്ചത്. നരേന്ദ്രമോദിയെ ക്ഷണിച്ച കാര്യം അറിയിച്ചുകൊണ്ട് മോദിയുടെ കൂടെ കുടുംബം ഒന്നടങ്കം നിൽക്കുന്ന ചിത്രവുമായി വൈകുന്നേരം 7:13 PM അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തു. അങ്ങനെ ക്ഷണിച്ചത് പോസ്റ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇത്. അതിനുശേഷം 8:18 PM അമിത്ഷായെ ക്ഷണിച്ചത് കാണിച്ച് അമിത്ഷായുടെ കൂടെ കുടുംബം മൊത്തം നിൽക്കുന്ന ചിത്രം പോസ്റ്റ് ചെയ്തു. പിന്നീട് 8:48 PM പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനെ ക്ഷണിച്ച കാര്യം അറിയിച്ചുകൊണ്ട് അവരുടെ കൂടെ കുടുംബസമേതം നിൽക്കുന്ന ചിത്രം പോസ്റ്റ് ചെയ്തു. ഏറ്റവും അവസാനം രാത്രി 9:22 രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ച കാര്യം അറിയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ കൂടെ കുടുംബസമേതം നിൽക്കുന്ന ചിത്രം അദ്ദേഹം പോസ്റ്റ് ചെയ്തത്. ഇത് പോസ്റ്റ് ചെയ്ത് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എടുത്ത സ്ക്രീൻഷോട്ടാണ് ഇത്. അതായത് രാത്രി 11:22 PM ആയപ്പോഴേക്കും രാഹുൽ ഗാന്ധിയുടെ ഈ പോസ്റ്റിന് 6,27,000 വ്യൂസും 32,000 ലൈക്കും ലഭിച്ചിരുന്നു. ഏതാനും മിനിറ്റുകൾ കൂടി കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ പോസ്റ്റിനുള്ള വ്യൂസ് 6,75,000 ആകുകയും ലൈക്കുകളുടെ എണ്ണം 34,000 കടക്കുകയും ചെയ്തു. ആ സമയത്താണ് മോദിയെ ക്ഷണിച്ചതിൻ്റെ ഈ സ്ക്രീൻഷോട്ട് എടുക്കുന്നത്. അപ്പോൾ രാഹുലിനെ ക്ഷണിക്കുന്നതിന് 2 മണിക്കൂർ മുൻപ് പോസ്റ്റ് ചെയ്ത മോദിയെ ക്ഷണിച്ച പോസ്റ്റിന് 7,45,000 വ്യൂസ് മാത്രമാണ് ലഭിച്ചത്. ലൈക്കുകളാകട്ടെ 2 മണിക്കൂറിന് ശേഷം പോസ്റ്റ് ചെയ്ത രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റിൽ ലഭിച്ച 34,000 ലൈക്കുകളിൽ മാത്രമാണ് എത്തിയത്. അതായത് മോദിയെ ക്ഷണിച്ച പോസ്റ്റിന് 7 മണിക്കൂറിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ ലൈക്കുകളും കമന്റുകളും ഷെയറുകളും രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ച പോസ്റ്റിന് 5 മണിക്കൂറിൽ ആയി. അപ്പോഴേക്കും എവിടുന്നോ വിളി വന്നു. ഓർക്കണം, ഒരു എക്സ് പോസ്റ്റിന് ലഭിച്ച എൻഗേജ്മെന്റ് കണ്ടപ്പോൾ 56 ഇഞ്ച് നെഞ്ച് പിടഞ്ഞു. സച്ചിൻ തെണ്ടുൽക്കറോട് പറഞ്ഞു രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ചുകൊണ്ടിട്ട ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് അല്പസമയം കഴിഞ്ഞ് ഒരു പോസ്റ്റ് ഇടണം എന്ന്. പാതിരാത്രി 12 മണി കഴിഞ്ഞ് പോസ്റ്റ് ഇടണമെന്ന്. അപ്പോഴേക്കും ഇന്ത്യക്കാരെല്ലാം ഉറങ്ങിയിട്ടുണ്ടാവും. പാതിരാത്രി ഇട്ട പോസ്റ്റ് ആയതുകൊണ്ട് ആരും ശ്രദ്ധിക്കുകയില്ല, കാര്യമായ വ്യൂസ് ലഭിക്കുകയില്ല എന്ന് അവർ വിചാരിച്ചു. ആജ്ഞ പോലെ സച്ചിൻ തെണ്ടുൽക്കർ അനുസരിച്ചു. പിന്നീട് പാതിരാത്രി കഴിഞ്ഞ് 12:19 AM അതേ പോസ്റ്റ് തന്നെ വീണ്ടും പോസ്റ്റ് ചെയ്തു. ഇതെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതുകൊണ്ടല്ല റീപോസ്റ്റ് ചെയ്തത് എന്ന് 100% വ്യക്തമാണ്. ഈ 2 പോസ്റ്റുകളും ഒരുമിച്ച് കണ്ടുകൊള്ളൂ. ആകെയുള്ള വ്യത്യാസം താങ്ക് യു ഫോർ ദ വാംത് ആൻഡ് ഹോസ്പിറ്റാലിറ്റി യു എക്സ്റ്റെൻഡഡ് ടു അസ് എന്ന് ഒരു സെന്റൻസ് അടിയിൽ ചേർത്തത് മാത്രമാണ്. ഒറിജിനൽ പോസ്റ്റിൽ അദ്ദേഹത്തിന് ജസ്റ്റ് അത് എഡിറ്റ് ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാവുന്നതായിരുന്നു. എന്നാൽ അതിനു പകരം രാഷ്ട്രീയ സമ്മർദ്ദം മൂലം രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റിന് കൂടുതൽ എൻഗേജ്മെന്റ് കിട്ടുന്നു എന്ന് കണ്ട് ചെയ്തതാണ് ഇത്. എന്നാൽ പാതിരാത്രി 12:19 പോസ്റ്റ് ചെയ്തിട്ടും നിമിഷ നേരം കൊണ്ടാണ് ഈ പോസ്റ്റിന് വ്യൂസും ലൈക്കുകളും കൂടിയത്. ഇതിന്റെ ടൈം ലൈൻ വ്യക്തമായി തെളിവുകളോടെ കാണിക്കുന്നതിന് വേണ്ടി ഞാൻ എക്സിൽ സച്ചിൻ തെണ്ടുൽക്കറുടെ പ്രൊഫൈലിൽ ഈ പോസ്റ്റുകളെല്ലാം സ്ക്രീൻ റെക്കോർഡ് ചെയ്തു. ഇതാ ഏറ്റവും മുകളിലായി ഏറ്റവും അവസാനം പോസ്റ്റ് ചെയ്തത് കിടക്കുന്നു, രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ചതിൻ്റെ. ഞാൻ ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ആ റീപോസ്റ്റ് ചെയ്തിട്ട് 5 മണിക്കൂറാണ് ആയത്.
ഏകദേശം പിറ്റേ ദിവസം രാവിലെ 5:30-ക്കാണ് ഞാനിത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത്. പാതിരാത്രിയായിട്ടും അപ്പോഴേക്കും ആ പോസ്റ്റിന് 2,12,000 വ്യൂസും 11,000 ലൈക്കും ലഭിച്ചിരുന്നു. രാത്രി 9:30-ക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ 2.5 മണിക്കൂർ കൊണ്ട് അതിന് 7 ലക്ഷത്തോളം വ്യൂസും 34,000-ത്തിലധികം ലൈക്കും വന്നപ്പോഴാണ് അത് ഡിലീറ്റ് ചെയ്തിട്ട് ഇത് റീപോസ്റ്റ് ചെയ്യുന്നത്. അടുത്തതാണ് പ്രസിഡന്റിനെ ക്ഷണിച്ചതിന്റെ പോസ്റ്റ്. അത് പോസ്റ്റ് ചെയ്തിട്ട് 9 മണിക്കൂറായി. ആദ്യം രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ചത് പോസ്റ്റ് ചെയ്യുന്നത് ഈ 9 മണിക്കൂറായ പോസ്റ്റ് ചെയ്തതിന് ഏകദേശം അരമണിക്കൂറിന് ശേഷമാണ്. അമിത്ഷായെ ക്ഷണിച്ചതിന്റെ പോസ്റ്റാണ് അടുത്തത്. അത് പോസ്റ്റ് ചെയ്തിട്ട് 10 മണിക്കൂറായി എന്ന് ഇവിടെ വ്യക്തമായി കാണിച്ചിരിക്കുന്നു. ഏറ്റവും ആദ്യം പോസ്റ്റ് ചെയ്തത് നരേന്ദ്രമോദിയെ ക്ഷണിച്ചതിന്റെ, അത് പോസ്റ്റ് ചെയ്തിട്ട് 11 മണിക്കൂർ. ഒറിജിനൽ പോസ്റ്റിൽ രാഹുൽ ഗാന്ധിയെയും നരേന്ദ്രമോദിയെയും ക്ഷണിച്ച സമയങ്ങൾ തമ്മിൽ 2 മണിക്കൂർ 10 മിനിറ്റിന്റെ വ്യത്യാസമായിരുന്നു ഉണ്ടായിരുന്നത്. നരേന്ദ്രമോദിയെ ക്ഷണിച്ചിട്ട് ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ 11 മണിക്കൂർ ആയെങ്കിൽ രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ച ഒറിജിനൽ പോസ്റ്റ് ചെയ്തിട്ട് 9 മണിക്കൂറേ ആകാൻ പാടുള്ളൂ. ഈ 5 മണിക്കൂറിന് ശേഷവും നരേന്ദ്രമോദിയെ ക്ഷണിച്ച പോസ്റ്റിന് അധികമായി ലഭിച്ചത് ഏതാണ്ട് 20,000-ത്തോളം അഡീഷണൽ വ്യൂ മാത്രമാണ്. 1000 അഡീഷണൽ ലൈക്കുകളും. മൊത്തം ലൈക്കുകളുടെ എണ്ണം ഈ സമയത്ത് 35,000. എന്നാൽ മോദിക്ക് പാതിരാത്രിയിൽ 20,000-ത്തോളം വ്യൂസ് കിട്ടിയ സമയത്ത് തന്നെ രാഹുൽ ഗാന്ധിക്ക് 2,12,000 വ്യൂസും 11,000-ത്തിലധികം ലൈക്കുകളും ലഭിച്ചിരുന്നു. പിന്നീട് 11-ാം തീയതി വൈകുന്നേരം ഇതിന്റെ പ്രകടനം എങ്ങനെയായി എന്നറിയാൻ, അതായത് പിറ്റേ ദിവസം പകൽ സമയത്ത് എത്ര പേർ ഇത് കണ്ടു, ലൈക്ക് ചെയ്തു എന്ന് അറിയാൻ വേണ്ടി ചെന്ന് നോക്കി ഒരു സ്ക്രീൻ റെക്കോർഡ് കൂടി നടത്തി. അപ്പോൾ കണ്ട വസ്തുത വ്യക്തമായി തെളിയിക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് വിദ്യാഭ്യാസം ഉള്ളവരുടെ ഇടയിലുള്ള വലിയ ജനപിന്തുണ. 21 മണിക്കൂർ കഴിഞ്ഞ ശേഷം രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ച പോസ്റ്റിന് 2 മില്യണിലധികം വ്യൂസും 50,000-ത്തിലധികം ലൈക്കും. മോദിയെ ക്ഷണിച്ചത് കണ്ടോ? ഫെബ്രുവരി 10-നാണ് ആ പോസ്റ്റ്. അതിന് അപ്പോൾ ലഭിച്ചത് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതിന്റെ പകുതിയിൽ താഴെ മാത്രം വ്യൂസ്. 9,85,000. 1 മില്യൺ പോലും തികഞ്ഞില്ല. ലൈക്കുകളാകട്ടെ ഏതാണ്ട് അങ്ങനെ തന്നെ നിൽക്കുന്നു, 43,000. ഓർക്കണം, ഇത് നരേന്ദ്രമോദിയും റീപോസ്റ്റ് ചെയ്തതാണ് എന്ന്. നരേന്ദ്രമോദി ആൻഡ് PMO ഇന്ത്യ എന്ന് ആ പോസ്റ്റിന്റെ അടിയിൽ കാണിച്ചിരിക്കുന്നത് ആരൊക്കെയാണ് ഇത് റീപോസ്റ്റ് ചെയ്ത പ്രധാന ആൾക്കാർ എന്നുള്ളതാണ്. മൊത്തം 3,300 പേരാണ് ഇത് റീപോസ്റ്റ് ചെയ്തത്. കമന്റ് ചെയ്തത് 671 പേർ. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റ് 4,700 പേർ റീപോസ്റ്റ് ചെയ്യുകയും 50,000 ലൈക്കുകൾ ലഭിക്കുകയും ചെയ്തു. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ എത്രയായി എന്ന് ഒന്നുകൂടി അറിയാൻ വേണ്ടി ചെന്നു നോക്കി. അപ്പോൾ രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ചതിന്റെ പോസ്റ്റിന് 2.7 മില്യൺ, 27 ലക്ഷം വ്യൂസ്, 65,000 ലൈക്കും 6,400 റീപോസ്റ്റും. അതായത് രാഹുൽ ഗാന്ധിക്ക് അഡീഷണലായി 7 ലക്ഷം വ്യൂകൾ കൂടി ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ലഭിച്ചപ്പോൾ മോദിയുടെ വ്യൂസ് അതേപടി തന്നെ നിൽക്കുകയാണ്. 1 മില്യൺ മാത്രം. അഡീഷണലായി 10,000-ഓ 20,000-ഓ പേർ മാത്രം കണ്ടു. ലൈക്കുകളുടെ എണ്ണം 46,000. റീപോസ്റ്റുകളും ഏതാണ്ട് അതേപോലെ നിൽക്കുന്നു, 3,500. അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ചതിന്റെ ഈ ചിത്രവും മോദിയെ ക്ഷണിച്ചതിന്റെ ചിത്രവും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം. ഈ ചിത്രത്തിലുള്ള എല്ലാവരും വലിയ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്, സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളുടെ കൂടെ നിന്ന് ചിത്രം എടുക്കുന്നത് പോലെ. അതുപോലെ ഇതേ സന്ദർഭത്തിൽ എടുത്ത മറ്റൊരു ചിത്രമാണ് ഇത്. രാഹുൽ ഗാന്ധിയുടെ ഇരു കരങ്ങളിലും പിടിച്ചുകൊണ്ട് ഇരുവശങ്ങളിലുമായി സച്ചിൻ തെണ്ടുൽക്കറും ഭാര്യ ഡോക്ടർ അഞ്ജലിയും നിൽക്കുന്നു. രണ്ടുപേരും രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ദൃഢമായി പിടിച്ചാണ് നിൽക്കുന്നത്. ഇത് ഞങ്ങളുടെ സ്വന്തം ആളാണ് എന്നുള്ള രീതിയിൽ. എന്നാൽ മോദിയുടെ കൂടെ നിൽക്കുന്ന ഈ ചിത്രത്തിൽ സച്ചിൻ തെണ്ടുൽക്കർ ചിരിച്ചു എന്ന് വരുത്തുന്നുണ്ട്. സച്ചിൻ തെണ്ടുൽക്കറിന്റെ ഭാര്യ വലിയ സന്തോഷമില്ലാതെയാണ് നിൽക്കുന്നത്. മോദിയുടെ മുഖം കണ്ടാൽ കടന്നൽ കുത്തിയതുപോലെയാണ് ഇരിക്കുന്നത്. ആ 2 ചിത്രങ്ങളും കാണുമ്പോൾ അറിയാം യഥാർത്ഥ ജനനേതാവ് ആരാണെന്ന് ഇവർക്ക് വ്യക്തമായി അറിയാമെന്ന്. വളരെ കഷ്ടമാണ്, ഒരു ക്രിക്കറ്റ് താരം തന്റെ മകന്റെ കല്യാണത്തിന് രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ച പോസ്റ്റിന് കൂടുതൽ വ്യൂസും ലൈക്കും കിട്ടാൻ തുടങ്ങിയപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് പാതിരാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ സമയത്ത് പോസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. എന്നിട്ടും ഇതാണ് യഥാർത്ഥ ഫലം. 100% ഒരു കാര്യം ഇതിൽ നിന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാവും, ആരാണ് യഥാർത്ഥ ജനനേതാവ് എന്ന്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?